This video is for informational and educational purpose only. We do not guarantee any income. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും 120 സംതിങ്ങുള്ള ഒരു എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബറിന് കിട്ടിയ പ്രൂഫുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 120 ക്യാഷ് ബാക്ക് കിട്ടി, താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലൈവ് ചാറ്റ് പ്രൂഫാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേറെ സബ്സ്ക്രൈബറിന് 120 ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേറെ സബ്സ്ക്രൈബറിന് 120 സംതിങ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു ഓഫറിൽ നിന്ന് 120 സംതിങ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 120 സംതിങ് ഉള്ള എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് 120 സംതിങ് ഉള്ള എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിലും വാട്സപ്പിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതേപോലത്തെ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ തരാമെന്ന ഈ ഒരു ഓഫറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് അടിക്കുവാണ്, ഈ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഓരോ സ്റ്റെപ്പും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് പേർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വർക്ക് ചെയ്യുന്ന ഓഫേഴ്സ് എല്ലാം നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 400 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഓഫറൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ടെലിഗ്രാമിൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. താഴെ ജോയിൻ ബട്ടൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. ഇന്നത്തെ ഓഫറിനെയും അതുപോലെ തന്നെ പുതിയതായിട്ട് ഇതേപോലെ ഒരുപാട് ഓഫർ വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ചുമ്മാ പോയി ഡൗൺലോഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ തരുന്ന ലിങ്ക് ത്രൂ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഐ ഡി ഒന്ന് സ്വിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞുതരാം, ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വൈഫൈ യൂസ് ചെയ്യരുത്, മൊബൈൽ ഡേറ്റയിൽ തന്നെ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓഫർ ചെയ്യാനൊരു ടൈമുണ്ട്. അതായത് രാവിലെ 9 മണി തൊട്ട് 5:30 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കിട്ടും. 5:30 കഴിഞ്ഞ് ചെയ്യരുത്. രാവിലെ 9 മണിക്ക് തൊട്ട് 5:30 ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ രാത്രിയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കിയിട്ട് നാളെ മോർണിംഗും എല്ലാം ചെയ്യുക. ഓക്കെ, രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5:30 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് ചേഞ്ച് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈലിൻ്റെ ജിമെയിൽ ഐ ഡി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന ജിമെയിൽ ഐ ഡി ഒന്ന് സ്വിച്ച് ചെയ്ത് വേറെ ജിമെയിൽ ഐ ഡി ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിലുള്ള ജിമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്ത് വേറെ ജിമെയിൽ ഐ ഡി, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വേറെ ജിമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ജിമെയിൽ ഐ ഡി വേറെ ഉള്ളവർ അതിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോറിൻ്റെ പ്രൊഫൈൽ ഓപ്ഷൻ ഇത് കണ്ടോ. ഈ ഒരു പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് ഓപ്ഷൻ ഉണ്ട്. വേറെ മെയിൽ ഐ ഡി നമ്മുടെ മൊബൈലിൽ ലോഗിൻ ആണെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വേറെ ഒരു മെയിൽ ഐ ഡിയിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർമിഷനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അലോ ചെയ്ത് കൊടുത്തു. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മേളിൽ നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, മേളിൽ നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ മെയിൽ ഐ ഡി ഇല്ലെങ്കിൽ പുതിയ മെയിൽ ഐ ഡി സെറ്റ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിലെ മെയിൽ ഐ ഡി എന്ത് ചെയ്യുക, ഒന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ആഡ്സ് റീസെറ്റ് ചെയ്യുക. ആഡ്സിൻ്റെ ഇത് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡേറ്റ വല്ലതും പോകുന്നു ചിലർക്ക് ഡൗട്ടുണ്ട്. ഒരു ഡേറ്റയും പോവില്ല. അപ്പോൾ റീസെറ്റ് ഗൂഗിളിൽ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഗൂഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരെ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ സെയിം മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓൾ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. ചിലരുടെ മൊബൈലിൽ ഈ ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡയറക്റ്റ് വരും. അപ്പോൾ ഓൾ സർവീസിൻ്റെ അകത്ത് ആഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കേട്ടോ. അതായത് ഗൂഗിൾ സെർച്ച് ചെയ്തു, ഓൾ സർവീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് റീസെറ്റ് ഐ പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് ഐ പി അല്ല, റീസെറ്റ് ഐ ഡി. ഓക്കെ, റീസെറ്റ് ഐ ഡി എന്ന് പറഞ്ഞ മേളത്തെ ഓപ്ഷൻ കണ്ട് റീസെറ്റ് ഐ ഡി. താഴെ ഡിലീറ്റഡ് ഉണ്ട്, ഡിലീറ്റഡിൽ ക്ലിക്ക് ചെയ്യരുത്. റീസെറ്റ് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് ഐ ഡി എന്ത് ചെയ്യുക, ഒന്ന് റീസെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ബ്രൗസറിലാണ് ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു ബ്രൗസറിൻ്റെ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ആ ഒരു ബ്രൗസറിൽ നിന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ആപ്പ് ഇൻഫർമേഷൻ വരും. അതിൻ്റെ അകത്ത് ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ക്ലിയർ ക്യാച്ച് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ക്യാച്ച് ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്.
അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി നമ്മുടെ ജിമെയിൽ ഐ ഡി ഒന്ന് സ്വിച്ച് ചെയ്തു. അതിനുശേഷം സെറ്റിങ്സിൽ പോയി നമ്മുടെ റീസെറ്റ് ഐ ഡി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് ബ്രൗസറിലാണ് ഈ ഓഫർ കംപ്ലീറ്റ് ആകുന്നത് ആ ഒരു ബ്രൗസറിൻ്റെ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്രൗസർ ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം മെയിൽ ഐ ഡി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പെർമിഷൻ, അതായത് നമ്മുടെ ബ്രൗസറിൻ്റെ പെർമിഷൻ, ക്രോം ബ്രൗസറിൻ്റെ പെർമിഷൻ എല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്രോം ബ്രൗസർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രൗസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രൗസറിൻ്റെ പെർമിഷനൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വൈഫൈയിലാണ് ഈ ഒരു ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങൾ മൊബൈൽ ഡേറ്റയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെറ്റൊന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നെറ്റൊക്കെ ഉള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റയിൽ തന്നെ ചെയ്യണം. മൊബൈൽ ഡേറ്റ ചെയ്തിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടത്തില്ല. മൊബൈൽ ഡേറ്റയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു. മൊബൈൽ ഡേറ്റയിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെലിഗ്രാമിൽ ഈ ഒരു പോസ്റ്റിലേക്കായിരിക്കും വരുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലിങ്കിൻ്റെ അകത്ത്, ഈ ഒരു പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കൂടാതെ ഓഫർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ലിങ്ക് 1 ലിങ്ക് 2 എന്ന് പറഞ്ഞ് 2 ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. മൊബൈൽ ഡേറ്റയിൽ തന്നെ ചെയ്യുക. രാവിലെ 9 മണി ടു 5:30 തന്നെ ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം തന്നെ ലിങ്ക് 1, ടെലിഗ്രാമിലുള്ള ലിങ്ക് 1 ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്, ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ UPI എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണോ ഇതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടേണ്ടത് ആ UPI ID എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം ഏതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് UPI എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ UPI എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. UPI എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൊബൈൽ നമ്പർ അല്ല, മൊബൈൽ നമ്പറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അറ്റിട്ട് കാണും. ഓക്കെ, അപ്പോൾ നേരെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പ്ലേ സ്റ്റോറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. എയർടെൽ താങ്ക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആയിരിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 100% ട്രസ്റ്റഡ് ആൻഡ് സേഫ് ഉള്ള ആപ്ലിക്കേഷനാണ് എയർടെൽ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ OTP ചോദിക്കുന്നതായിരിക്കും, അത് കൊടുക്കുക. ഇതുവരെ എയർടെൽ താങ്ക്സിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കാണ് ഈ 120 രൂപ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ഇതിന് മുമ്പ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. അപ്പോൾ OTP കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഈ ഒരു പേജിൽ, ഈ ഒരു റീചാർജിൻ്റെ ആ ഒരു പേജിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഒരു ട്രാക്കിംഗ് ആയിട്ട് റിസീവ് ആവുന്നതായിരിക്കും. അങ്ങനെ ട്രാക്കിംഗ് ആയിട്ട് റിസീവ് ആയില്ല എങ്കിൽ നിങ്ങൾ ട്രാക്കിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ട്രാക്കിംഗ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത UPIയിലേക്കായിരിക്കും ആ ഒരു റിസീവ് ആവുന്നത്. ചിലർക്ക് 0.1 hours ആയിരിക്കും റിസീവ് ആവുന്നത്. അങ്ങനെ 0.1 hours റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ട്രാക്കിംഗ് ആവില്ല. കറക്റ്റ് റിസീവ് ആയാൽ മാത്രമേ ട്രാക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ലിങ്ക് 2 എന്ന് പറഞ്ഞ് ടെലിഗ്രാമിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് UPI എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. UPI എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇൻസ്റ്റാൾ ആൻഡ് ട്രാക്കിംഗ് സക്സസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ബാലൻസ് സ്റ്റെപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സക്സസ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ട് കാര്യമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് തിരിച്ചു വരിക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിടക്കണം കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ആക്കി കളയരുത് മറ്റേത് ചെക്ക് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ അശ്വിൻ കൃഷ്ണ എന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമെങ്കിൽ അശ്വിൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് നെയിമായിട്ടും കൃഷ്ണ എന്ന് പറഞ്ഞ ലാസ്റ്റ് നെയിമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഒരു 4 അക്കമുള്ള ഒരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവരുടെ എയർടെൽ താങ്ക്സിൻ്റെ അകത്ത്, എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അപ്ഗ്രേഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും മേളിൽ, അല്ലെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്ഗ്രേഡ്, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ മേളത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിൻ്റെ സിമ്പിളുള്ള ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പാൻ കാർഡ് ഡീറ്റെയിൽസും ആധാർ കാർഡ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ വീഡിയോ KYCയുടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതായത് സിമ്പിളായിട്ട് ഇവരുടെ ഈ ഒരു എയർടെൽ താങ്ക്സിൻ്റെ അകത്തൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് 120 രൂപ സംതിങ് വരുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ബാങ്ക് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ, യൂസർ നെയിം അല്ല, നിങ്ങളുടെ ബാലൻസ് ഉള്ള ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള ബാലൻസ് ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ KYCയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു 100 ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കാനായിട്ട് 100 ആഡ് ചെയ്യുക. അപ്പോൾ 100 ആഡ് ചെയ്ത് ആ ഒരു 100 ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക്
ഏകദേശം അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് 120 രൂപ ക്യാഷ് ബാക്ക് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. 100 രൂപ പോവില്ല ഒരിക്കലും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 500 രൂപയ്ക്കായിരിക്കും ആദ്യം സെലക്ട് ആയി കിടക്കുന്നത്. അത് ബാക്ക് അടിച്ചിട്ട് 100 രൂപ എന്നാക്കുക. 100 രൂപ എന്നാക്കിയതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എയർടെലിൻ്റെ സിം വേണമെന്നൊന്നുമില്ല. ജിയോയുടെ സിം ആണെങ്കിലോ വേറെ ഏത് സിം ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വേണം ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രാക്കിംഗ് ആവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നമുക്ക് 120 സംതിങ് എമൗണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 120 സംതിങ് എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നെ. ഇതേപോലത്തെ ഒരുപാട് ഓഫർ നമ്മുടെ ടെലിഗ്രാമിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നിങ്ങൾ ചുമ്മാ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാഷ് ബാക്ക് കിട്ടത്തില്ല. നമ്മൾ തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് UPID എൻട്രി ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ സ്റ്റോറിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്ത യൂസറിനാണ് കിട്ടുന്നത്. അപ്പോൾ എയർടെലിൻ്റെ സിം വേണമെന്നൊന്നുമില്ല, ഏത് സിം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.